हेलो गाइस, आप सबका स्वागत है आपके फेवरेट रिएक्शन टाइम में। और आज हम लेके आए होम मूवी के सीन 2 का रिएक्शन। और लास्ट सीन जो था ना, उसमें हमें बहुत ही ज़्यादा मतलब इस मूवी के सारा चीज़ पता लग गया कि भाई ये मूवी में कैसे एक फैमिली है और एक बहुत मतलब आप कह सकते हो सब लोग, कुछ लोग बूढ़े लोग भी हैं एंड कुछ जो बच्चे हैं उनमें ऐसा है कि भाई वो ट्राई कर रहे हैं बट कुछ ना कुछ उनमें भी अभी कमियां हैं तो वो पूरी करनी है। पर साथ में मेन जो चीज़ है वो सोशल मीडिया है, उसके अराउंड ही कहीं ना कहीं पूरा घूम रहा है। सच में। और एंटनी को ना अभी अपनी गर्लफ्रेंड पे थोड़ा कम ध्यान देना चाहिए और अपने आर्ट पे ज्यादा। तो देखते हैं अब क्या होगा। तो आप भी देखो बेटे, लेट्स स्टार्ट। ചോറും കൂട്ടാനൊക്കെ എടുത്ത് കഴിക്കും. ദാ, നീ വരുന്ന കാര്യം നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കറിയും കൂടെ ഉണ്ടാക്കി വെച്ചേനെ. ഹാ, ഇത്തിരി കറിയും കൂടെ ഒഴിക്കട്ടെ, കഴിക്കങ്ങോട്ട്. ഈ ഫിഷ് ടാങ്ക് എന്തിനാ മാറ്റിയ? ഇതെപ്പോഴെപ്പോഴും ഇങ്ങനെ മാറ്റിയിട്ടാണ് ഇത് പൊട്ടിപ്പോണത്. അതവിടെ കിടന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പപ്പയുടെ പഴയ ടേബിളോ എടാ, ഇതൊക്കെ പിന്നെ എവിടെയെങ്കിലും കൊണ്ടിടണ്ടേ? അത് നന്നായി എന്തായാലും. അപ്പൊ കയറി വരുമ്പോ തന്നെ കാണാൻ എല്ലാവർക്കും വൃത്തിയേട്. നീ വല്ലപ്പോഴൊക്കെ കയറി വന്നിട്ട് അതെന്തിനാ ഇതെന്തിനാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന നിനക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയോ? സ്റ്റോറി വന്നു കയറിയപ്പോൾ നീ ഒന്നും കണ്ടില്ലേ? ഇവിടെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയും. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കൂ. മക്കളെ വാ, ഇത് കഴിച്ചിട്ട് പോ. इसका नेचर बहुत अजीब है यार। വന്നിരിക്കണം. എന്നാ പിന്നെ ഇത് ഈ സപ്പോർട്ട് എടുത്ത് गुस्सा नहीं ഇവിടെ करती, वो വളഞ്ഞോ. एक बोल देते हैं അപ്പൊ ऐसा। ചെമ്പ്രോ മൂത്രമൊക്കെ സെറ്റ് അല്ലേ? ക്ലിയർ ആൻഡ് പെർഫെക്റ്റ്. അടിപൊളി. എന്നാ മക്കളെ അവിടെ എന്തൊക്കെയുള്ള വിശേഷം? ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറ. अंकल പറയാനൊന്നുമില്ല. നമുക്ക് ആ പ്രിയരെ വീട്ടുകാരടുത്ത് പോയി ഒന്ന് സംസാരിക്കണ്ടേ? സമയാവട്ടെ. ഇനി എപ്പോ സമയാവൻ ആന്റണി? വയസ്സ് എത്രയായെന്നാ? ये तो हर അത് ഞാൻ എല്ലാവരും കൂടി പറയാം. അടുത്തൊരു 7 ദിവസത്തേക്ക് എന്നോട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മൈൻഡ് അലമ്പാക്കരുത്. എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടാ, പ്ലീസ്. എന്തോ കുട്ടി? ഒരുത്തനോടൊന്നും മിണ്ടാൻ പറ്റില്ല. എന്റെ ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. എന്താടാ ഇവിടെ അപ്പനും അമ്മയ്ക്ക് മക്കളോടൊന്നും സംസാരിക്കാൻ പാടില്ലേ? എന്നോട് എന്തൊരു ചൂടാണ് മൂത്ത മോനോട് പോയി പറ. बेचारा ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ, ചാടി കടിക്കാൻ വരുമല്ലേ? നിനക്കൊന്ന് തഞ്ചത്തിൽ പറഞ്ഞു. തഞ്ചത്തില് टैक्टफुली। അപ്പച്ചന് തോരൻ വേണോ? अंकल का हो गए। അവൻ നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞോടാ, അവിടുത്തെ വിശേഷങ്ങൾ വല്ലതും. नो नेवर। ഞങ്ങള് ചേട്ടനും അനിയനും മുമ്പേ പല കാര്യങ്ങളും സംസാരിച്ചിരിക്കും. അതെന്തിനാണ് നിങ്ങൾ അറിയണം? ഒരു ചേട്ടനും അഞ്ഞിനും പോലെ 7 ദിവസത്തിനുള്ളിൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നോ വിശാലിനെ കേൾപ്പിക്കണമെന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സീനാക്കുമെന്നൊക്കെ എന്തൊക്കെയാ പറയുന്നത് കേട്ടു. उसको दे दिया केज मालेना। मलेना क्या देख रहा है ये? पर ऐसा क्या देख रहा था? इसको पहले तो नींद आ रही थी। നീ ഉറങ്ങിയില്ലേ? അവൻ ഉറങ്ങിയ മുറി ലൈറ്റ് കിടപ്പുണ്ട്. സാധാരണ कह देना था सॉरी। വന്ന് ഗുഡ് നൈറ്റും പറഞ്ഞൊരു ഉമ്മയും തന്നിട്ട് അവൻ കിടക്കാം. बच्चे बदलते हैं, कितना बुरा लगता है यार। ടെൻഷനായിരിക്കുമടി. ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടാവില്ലേ? सो भी गया हूँ। ഗുഡ് മോർണിംഗ് ആന്റണി. എഴുത്തൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തല്ല കേട്ടോ. ഇനി 6 ദിവസം കൂടെ ഉള്ളൂ. നടക്കട്ടെ. पर अच्छा है, ये तो भूल ही जाए डेडलाइंस। हाँ। क्या चीज़ इंस्पायर करती है? You can't write man। अरे ये तो नहीं करो। लेजी हो गए हैं घर आके एकदम। थोड़ा रिलैक्स होना चाहते हैं। എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു? നിന്റെ സ്റ്റോറി കണ്ടിട്ട് വേണം ഞാൻ മനസ്സിലാക്കാൻ നീ വീട്ടിലെത്തിയെന്ന്. why I'm being ignored like this? ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരുന്നില്ല. ഞാൻ പോവാ. Leaving? ശരിക്കും ബൈ. नहीं, they never leave. याद करो अपनी पुरानी मूवी। वाह, एंटनी ऑलिवर। ट्विस्ट। नाम भी मस्त है इनका। इनको लेना है फोन। चाहिए।
स्टोरी लगानी है, फिर वीडियो कॉल पे बात करना है। चल अंकल को फोन दे दे। ചേട്ടാ चलो പുതിയ മൊബൈൽ വല്ലതും നോക്കുന്നോ? ഒരെണ്ണം നോക്കണം. ഇപ്പൊ ഏതാ പുതിയ വേഷം? ആ പപ്പ വന്നാ ടാങ്ക് ഒന്ന് നോക്കിയേ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പോയിട്ട് വരണം. अरे नहीं यार, खुद के बारे में सोचते ही नहीं है वो। ഇതാണ് ടാങ്ക്. ഇത് അടിപൊളിയാ, ഇതെടുക്കാം. നീ നിന്റെ അണ്ണനെ കൂടെ വിളിച്ച് കാണിക്കും ഇത് മതിയൊന്ന്. നീ വീട്ടിൽ ചെന്നിട്ട് രണ്ടും കൂടെ ഇടിയാവാതെ. ഇനി അവനെ കാണിക്കണമെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ടേ? ഹാ എടാ നിന്റെ വാട്സോപ്പ് ഇല്ലേ, അതിൽ വീഡിയോ കോൾ വിളിച്ച് കാണിക്കും. कितना प्राउडली था, व्हाट्सएप नहीं है, वीडियो कॉल कर। എടാ ദേ ഇതാണ് ടാങ്ക്. ഓക്കെ ആണോ? ഇത്ര വലുത് വേണോ? ഇതാവുമ്പോ ഇൻബിൽറ്റ് ഫിൽറ്റർ ഒക്കെ ഉണ്ടാവോടാ. ശരി എന്നാ അതന്നെ എടുത്തോ. ആ ശരി. ആ വെക്കല്ലേ ഇങ്ങിതാ. ഹായ് മോനെ, ഹായ് ഹായ് ഹായ്. എന്തായി നിന്റെ എഴുത്തൊക്കെ? ക്ലൈമാക്സ് ഒക്കെ കിട്ടിയോ? പപ്പ അങ്ങ് ഫോൺ കൊടുക്കും. ശരി, നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, എഴുത്തൊക്കെ നടക്കട്ടെ. എന്നാടാ അണ്ണൻ മൂത്ത മോന ഫിലിം ഡയറക്ടറാ. 7 ദിവസം കൊണ്ട് ക്ലൈമാക്സ് കംപ്ലീറ്റ് ചെയ്ത് വിശാലിനെ കേൾപ്പിക്കണം. സൂപ്പർ സ്റ്റാറേ. सुपर स्टार। അയാളാണെങ്കിൽ തീർന്നോ എന്ന് ഡെയിലി അവനെ വിളിച്ച് ശല്യം. എന്ത് ചെയ്യും? जबकि एक ही घर में रहते हैं। പപ്പ പോവാം. चलो चलो घर चलो। എൻ്റെ ലീലേ, നിന്റെ മരുമോളോട് പറഞ്ഞാൽ മീൻ വെട്ടി തരത്തില്ലായിരുന്നോ? ഓ എന്റെ കുട്ടിയമ്മേ, അടുക്കള കേറൂല്ല. മീനെന്നൊക്കെ പറഞ്ഞ അവക്ക് മണവാ. കഴിക്കാനോ? ഉണ്ടാക്കി വെച്ചാ കഴിച്ചോളും, അതിനൊരു കുഴപ്പമില്ല. अच्छा खा लेती है, ഇനിയിപ്പോ കൈ पापा खाने में प्रॉब्लम है। എന്താ കൈ കെട്ടി വെച്ചേക്കണേ? ഇതൊന്നും മീൻ വെട്ടി. क्या बहू लाए हैं ये? അമ്മ പറഞ്ഞ എഴുത്തിലാണെന്ന്. എന്തായി ക്ലൈമാക്സ് ഒക്കെ കിട്ടിയ? सबको पता है, इसे क्लाइमैक्स नहीं आ रहा। 5-6 കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഏത് വേണമെന്ന് തീരുമാനിച്ചില്ല. अच्छा 5-6 അല്ലേടാ? മോനെ, എന്നാ എന്റെ മോനെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുക. അവൻ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലേ. സിനിമയിൽ എന്തെങ്കിലും കൊടുത്താൽ മതി, വല്ല ലൈറ്റ് പിടിക്കാനോ അഭിനയിക്കാനോ. പറയാം. ഇതേടാ ടാങ്ക് എത്തിയെന്ന്. മൂക്കി എടുക്കണം. എന്തിനാണോ വരുന്നവരൊക്കെ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നത്? ഒരുത്തനിപ്പോ തുറന്നു നോക്കിയിട്ട് പോയതേ ഉള്ളൂ. ഫ്രിഡ്ജും അതെ, ഫോണും അതെ. അകത്തൊന്നും ഇല്ലാന്നറിയെങ്കിലും ഇടക്കൊന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ മനസ്സിന് लाइन है भाई, लाइन। ഇതാടാ നീ പറഞ്ഞ സൈസ് സൂക്ഷിച്ചിറക്കണേ. ഇതിലേ കൊണ്ട് കഴിഞ്ഞ പടം കണ്ടായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് കിട്ടിയോ? വിശാലായിട്ടല്ലേ ഹീറോ? सबको ഹലോ കിച്ചു, എടാ ഞാൻ വന്നോണ്ടിരിക്കുക കേട്ടോ, ഒരു 10 മിനിറ്റ്. നീ വീട്ടിൽ തന്നെ ഇല്ലേ? പോടാ, ഞാൻ ഒറ്റയ്ക്ക്. ആ ശരി. നീ എന്തിനാ ഈ ഭ്രാന്തന്റെ വീട്ടിലേക്ക് പോണത്? ओ നീയല്ലേ പറഞ്ഞു ലൈബ്രറിയിലേക്ക് പോണെന്ന്. ചെവി കേൾക്കണല്ലോ നിനക്കിപ്പോ. കർത്താവേ, ഡാഡിയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. അപ്പൊ അവനാ പറഞ്ഞേ എല്ലാവരുടെയും വിശ്വസ് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാന്ന്. അതിനാ ഈ പോണേ. അല്ല, പറ്റിയ ആളെ ഏൽപ്പിക്കാൻ. നീ എന്നല്ലേ പറഞ്ഞ അവന്റെ നോട്ട ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. എന്നിട്ട് അവന്റെ വീട്ടിൽ തന്നെ പോണം അല്ലേ? എന്നാ ശരി, ഞാൻ പോണില്ല. നീ എഡിറ്റ് ചെയ്തോ. चल चली जा, चली जा। ഞാൻ പോണില്ല, നീ എഡിറ്റ് ചെയ്താ മതി. हुआ, എന്താ പറ്റില്ലേ? ആ ഞാൻ ചെയ്യാം. അല്ല പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ചോളാം. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? I will do it. ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. എന്റെ അമ്മ ഞാൻ ചെയ്യാം. സി എന്റെ അമ്മോന്നൊക്കെ ഒരു വലിയ ബാധ്യത പോലെ ആന്റോ നീ ഇതൊക്കെ പറയണേ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശമല്ല പറഞ്ഞത്. പക്ഷെ എക്സ്പ്രഷൻ കണ്ട അങ്ങനെയൊന്നുമല്ലോ തോന്നുന്നു. ഒരു പണി എന്റെ മുഖത്ത് നോക്കണ്ട. ഇവിടെ 100 കണക്കിന് പ്രശ്നമുണ്ട്, അതിന്റെ ഇടക്കാണ് നീ എക്സ്പ്രഷൻ. താനിപ്പോ എന്തിനാ കരയണത്? रो भी वही रही है। കരയാൻ വേണ്ടി ഞാൻ എന്താ പറഞ്ഞത്? She's just a girl. ओए ചക്കരെ, you're my everything. किसके लिए? You're my sweetheart. You're my world. I'm happy when you're around me. इनके मैसेजेस पढ़ रही है शायद। ഇതൊക്കെ ഞാൻ അയച്ചാ? അതുപോലെ നിനക്ക് ഓർമ്മയില്ല ആന്റു. ओ പണ്ടൊക്കെ നീ എന്നെ മിസ് ചെയ്യുമ്പോ, നീ സങ്കടം വരുമ്പോ നീ ആദ്യം എന്നെ വിളിക്കാറ്. बेबी Baby प्रोड्यूसर। producer. That was the way you used to be. कैसा लग रहा हाँ, है? ചേട്ടാ. Baby producer. वही तो बोला था। ക്ലൈമാക്സിലോട്ട് മൂവ് ആയോ? ആ മൂവിങ് ആണ്. തീരാറായോ? ആ ഇത് തീർന്നോണ്ടിരിക്കുന്നു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പോയി സമാധാനമായിട്ടിരുന്ന് എഴുതിയാൽ ഇത് തീരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെ അതെ. ഇപ്പൊ അടിപൊളിയായില്ലേ? ഓ മറക്കണ്ട, സൺഡേ പോയി അടിപൊളിയായി പറഞ്ഞ് ഈ പ്രോജക്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ഓൺ ആക്കണം. എത്രയും പെട്ടെന്ന്
ചെയ്യണം കേട്ടോ. പൊന്നോ കരയില്ലേ ഇങ്ങനെ കിടന്ന് ചെറിയ പരിപാടിയല്ലേ, ഞാൻ എഡിറ്റ് ചെയ്തോളാം, വീഡിയോ ഞാൻ ചെയ്തു തരാം. तुम बदल गए हो. വെറുതെ കരയല്ലേ, ഞാൻ എഡിറ്റ് ചെയ്തു തരാം കേട്ടാ. 50ാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ജോസഫ് ലോപ്പസിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ना ആശംസകൾ. पढ़ के बोल रहे हैं. ആയുരാരോഗ്യ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ആഹാ So good. ടൈമിങ്. अच्छा इससे एडिट Of करवा course, मुझे वही था, उससे ही करवाना था. दिखा मैं कैसा लग रहा हूँ? ഓ ഇതിങ്ങനെ സിനിമ പോലെ ആക്കുവാണ്. പപ്പയ്ക്കൂടെ കാണിച്ചാടാ. കാണിക്കാറൊന്നും ആയിട്ടില്ല പപ്പ. അപ്പൊ ഇത് ജോസഫിന് അറിയില്ലല്ലേ? അറിഞ്ഞോണ്ട് ആരെങ്കിലും സർപ്രൈസ് കൊടുക്കും പപ്പ. അവന്റെ ഡാഡിക്ക് സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കും. നിന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും കൂടെ സർപ്രൈസ് ഉണ്ടാക്കി താടാ. ഇതൊന്നും നോക്കടാ, കൊള്ളാവുന്നു. ഇതെന്താ ഫോണാ? बोल दो यार, उनको चाहिए एक, बोल दो अच्छा है. അതുണ്ട്, എന്നാലും നിങ്ങളിൽ ഇരിക്കും പോലെ ഇങ്ങനെ ഞോണ്ടി ഞോണ്ടി വിളിക്കുന്ന ഫോണ്. ഏത് സ്മാർട്ട് ഫോണാ? Yes. ആ ബെസ്റ്റ്. എടാ എൻ്റെ മോൻ വലിയ ഫിലിം ഡയറക്ടറൊക്കെ ആകുമ്പോൾ ഞാൻ ഈ സാധാ ഫോൺ കൊണ്ടിരുന്ന അവനല്ലേ മോശം. പപ്പയ്ക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പാടായിരിക്കും. അത് ഉപയോഗിച്ചാലല്ലേ അറിയൂ. वो रेडी है. അല്ലെങ്കിൽ തന്നെ പഠിപ്പിച്ചു തരാൻ നിങ്ങളൊക്കെ ഇല്ലേ? यार इनको ऐसा नहीं करना चाहिए यार. ഇത് നമ്മുടെ ജോസഫ് അല്ലേ? ഓട്ടോബയോഗ്രഫിയാ. ഇതപ്പോ ഇറങ്ങി, ഞാൻ കണ്ടില്ലല്ലോ. ഇത് ഇറങ്ങിയിട്ടില്ല. ഇത് 50th ബർത്ത്ഡേ ആ പരിപാടിക്ക് അനൗൺസ് ചെയ്യുന്നു. ഓരോരുത്തരിങ്ങനെ ഓരോന്ന് എഴുതുന്നുണ്ടല്ലോ, ചുമ്മാ ഒരു ജാടാ അല്ലേ? അങ്ങനെ എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പനെ കൊണ്ട് നടക്കും ഇങ്ങനെ ഒരു ബുക്ക് എഴുതല്. വേണമെന്ന് വെച്ചാൽ എഴുതും, പിന്നെന്താ? എന്തെന്ന് വെച്ചാൽ എഴുതാന്. ഇതൊക്കെ ലൈഫിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സംഭവിക്കണം, അതിനുശേഷം ഒരു ബുക്കൊക്കെ എഴുതാം. ഓ നിന്റെ ഡാഡി വലിയ എക്സ്ട്രാ ഓർഡിനറി അല്ലേ? സംശയം എന്താണ്, പപ്പനേൽ 12 വയസ്സുകളായത്. പുള്ളി ഇരിക്കുന്ന പൊസിഷനൊക്കെ അറിയാലോ. अरे स्टैचर का क्या हो गया? ചുമ്മാ ജോസഫ് ലോപ്പസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. 2-3 PhD, ഫേസ്ബുക്ക് നിറച്ച് ഫോളോവേഴ്സ്. यार ये क्या है यार? ഈ പേജ് കണ്ട നോക്കിയേ, പുള്ളിയുടെ അച്ചീവ്മെന്റ്സ് ആണ്. പപ്പയുടെ ബയോഗ്രഫി ഇതിന്റെ പകുതി പോലും ഉണ്ടാവില്ല. നമുക്ക് വെറൈറ്റി പേരിടാം. ഞാൻ ഒലിവർ ട്വിസ്റ്റ്. എനിക്ക് പണ്ടൊരു കടയുണ്ടായിരുന്നു, ഞാനത് കാലത്തിനനുസരിച്ച് മാറാത്ത കാരണം അടച്ചുപോയി. ഇപ്പം ഞാൻ വീടിൻ്റെ മേളിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നോക്കി വെറുതെ ഇരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് എഴുതാനാണ്? बस यार, ഇത് ഒരു പേജിന്റെ പകുതി പോലും ഇല്ലല്ലോ പപ്പ. അണ്ണ ഓ അതൊരു ചേട്ടല്ലോ. बेचारे ने कुछ बोला भी नहीं अंकल ने. That's so bad man. ओ भाई तुम्हारे को बहुत अच्छे पापा मिले हैं. प्यारे हैं यार. और ये क्या कर रहे हो? പപ്പയ്ക്ക് വിഷമാവത്തില്ലേ? പോടാ അവിടെ നിന്ന്, ഫീൽ ആവണം പപ്പയ്ക്ക്. വെറുതെ ഇരി. मुझे लग रहा है he's going to cry. वो फेस ही नहीं कर पा रहे किसी को. कितने प्यारे पापा है यार, कितने सपोर्टिव है, कितना प्राउड करते हैं अपने बच्चों पे. उनकी पूरी दुनिया को एक എനിക്ക് പണ്ടൊരു बर्बाद कर दिया. കടയുണ്ടായിരുന്നു, ഞാനത് കാലത്തിനനുസരിച്ച് മാറാത്ത കാരണം അടച്ചുപോയി. ഇപ്പം ഞാൻ വീടിൻ്റെ മേളിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നോക്കി വെറുതെ वो ഇരിക്കുന്നു. वाली बात तो रह ही गई. और 100% मुझे पता है इनकी स्टोरी ना उससे ज्यादा बेहतर होगी. इनकी जो लाइफ स्टोरी अगर कभी निकल के आएगी ना. എന്നാലും അത് അവനത് പറഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയില്ലടാ. 10-60 വർഷത്തെ ജീവിതം ഒന്നും അല്ലാതെ ആയതുപോലെ ആയിപ്പോയി. Yes. അതുകൊണ്ടെന്താ കഥ എഴുതാൻ പോവാണോ? ആത്മകഥ, ഒലിവർ ട്വിസ്റ്റിന്റെ ആത്മകഥ. ഓ അതിനിപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെ ഈ എക്സ്ട്രാ ഓർഡിനറി സംഭവം? എന്താടാ എന്താ? എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നുമില്ലേ? बहुत कुछ ശരിക്കും ഒന്ന് होगा. ആലോചിച്ച് നോക്കി. हाँ सोचो, എന്തെങ്കിലുമൊക്കെ बचपन जवानी, हर किसी की लाइफ में होता है. वो स्ट्रगल पीरियड सारा, लव लाइफ. लट्टू. मेरे को वो इंसेप्शन याद आती है इसको देख के. हाँ. कौन था, क्या था ये? मेरे को लग रहा है उनकी कोई एक्स गर्लफ्रेंड है वो. अरे वो लड़का लग रहा था. अरे वो कुर्ता, वो डिजाइन वो अलग थी. लड़के के भी बॉयकट होते हैं. എന്താടാ
നമ്മുടെ ലൈഫിലും ഉണ്ട് മോനെ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം. പുല്ലേ എന്ന് വെച്ചാൽ നീ പാതിരാത്രിക്ക് വിളിച്ചിട്ടാണോ നിന്റെ എക്സ്ട്രാ ഓർഡിനറി തേങ്ങാക്കൊല? ഞാൻ വിചാരിച്ചു നിന്റെ തല പോയി കാണുമെന്ന്. വെച്ചിട്ട് പോടാ. मैं होती मैं भी रिप्लाई करती अपनी फ्रेंड को, डरा दिया दो ഓ വേണ്ട കിടക്കുന്നു. ആറ്റം ബോംബ് വീണ അറിയില്ല. उनके बेटे ने ना उनको एक बहुत बड़ी ठोकर दी है, पर कई बार ऐसी ना ठोकर आपको लाइफ में चाहिए होती है और मुझे लगता है शायद इनको वो चाहिए थी और अब ये कहीं ना कहीं कुछ ना कुछ एक्सप्लोर करेंगे बिकॉज वो जैसा एक इमेजिनेशन उनको आया ना, वो काइंड ऑफ वही था कि एक इवेंट का कुछ आया होगा और वो घूमता हुआ कि भाई ये है तेरी लाइफ का और ये तू बता सकता है. एंड मुझे लगता है कि भाई लाइफ इवेंट्स तो हर किसी की लाइफ में कुछ ना कुछ अनोखे होते हैं, वो आपको बताना आना चाहिए उसको सही से और किस तरीके से कर पाओगे. और ये अंकल को कहीं ना कहीं वो अपनी लाइफ उनकी पास बाय हो रही थी, शायद अब वो कुछ उसको बना पाए. बिकॉज इनके बेटे जो है राइटर है, तो उनको मतलब ट्रेजेडीज एक्साइट करती है. जैसे वो रीड कर रहे थे अचीवमेंट्स, फिर ये प्रॉब्लम आए, थोड़ा ड्रामा, थोड़ा ये. पर कई बार थोड़े मोटे हमारी लाइफ में इवेंट्स होते हैं, वो स्वीट होते हैं या थोड़े ऐसे परेशानी वाले होते हैं, वो भी हमको कहीं और लेके जाता है. और इनको अपने पापा से बिल्कुल भी ऐसे बात नहीं करनी चाहिए. बिकॉज कितने हमारे लाइक इंडिया में, इस दुनिया में बच्चे होंगे कि जो अपना आर्ट को परस्यू करना चाहते हैं, पर उनके पेरेंट्स उसको सपोर्ट नहीं करते. एंड देखा जाए तो मैंने जब से चैनल स्टार्ट किया मैंने कितनी मूवीज देखी हैं, कितनी सारी स्टोरीज देखी हैं. सो इससे पता लगता है कि लाइक बहुत अलग अलग टाइप की स्टोरीज होती है. कोई बहुत किसी एक्चुअली लाइफ में बहुत इवेंट्स हुए होते हैं और इवन कुछ कुछ बहुत सिंपल सी स्टोरी येट एक इवेंट ही पूरा गेम चेंज कर देता है. तो आप लोग ऐसा लगा कमेंट सेक्शन में जरूर बताएगा. तो ऐसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए. और सब्सक्राइब करिए. बाय.